5% മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ. ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു. ഒരു വർഗീയലോപവും ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല. രാജസ്ഥാൻ, ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നാട്ടില്? ഒന്നും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ്. ഡോക്ടർ സെയ്ദ അൻവർ തൈമൂർ. ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല. 3 തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് MOH ഫാറൂഖ് എന്നായിരുന്നു. 2 മാസമെങ്കിൽ 2 മാസം കേരളത്തിൽ CH മുഹമ്മദ് കോയയും മുഖ്യമന്ത്രിയായി. ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേയില്ല. ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ്. അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് 2ാം UPA കാലത്ത്. പക്ഷെ അയാൾ സിഖുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ്. നമ്മുടെ രാജ്യത്ത് എവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല. മതം ഒരു വിമർശന കാരണമോ കലാപ കാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെയാണ് ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ, ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കുന്നു.